അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ് എന്ന് നമ്മൾ ഇന്നലെ വരെ പറഞ്ഞത്. പക്ഷേ ട്രംപ് അമേരിക്കയുടെ കാര്യം വരുമ്പോൾ, ട്രംപിൻ്റെ കാര്യം വരുമ്പോൾ ഒക്കെ തന്നെ നിലപാട് മാറ്റും. ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന ട്രംപ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നകലുന്നു. ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നു. ഇന്ത്യയിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ കാണുന്നു. ഇതിൻ്റെ പ്രധാന കാരണം അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ വളർച്ച ഏത് തരത്തിലായിരിക്കുമെന്ന് ട്രംപിന് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സൈനികപരമായി സാമ്പത്തികപരമായിട്ടുള്ള അത്തരം ഒരു വളർച്ചയെ ട്രംപിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്തരം കാര്യങ്ങളായിരിക്കില്ലേ ട്രംപിൻ്റെ ഈ നിലപാട് മാറ്റത്തിനുള്ള അടിസ്ഥാനം? ട്രംപിൻ്റെ നിലപാട് മാറ്റത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി അടിസ്ഥാനപരമായിട്ട് ഒറ്റ കാര്യമുള്ളൂ, കാശ് തന്നെയാണ്. ബിസിനസ് ട്രേഡ് ഇത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് എങ്ങനെ ലാഭം ഒപ്പിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പഹൽഗാം ആക്രമണം ഉണ്ടായി. അതിനുശേഷം ട്രംപ് ഒരു പ്രസ്താവന പിറ്റേന്ന് നടത്തി. 2 ഗ്രേറ്റ് നേഷൻസാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. ഒരിക്കലും പാകിസ്ഥാനെയും ഇന്ത്യയും തമ്മിൽ താരതമ്യം ചെയ്ത് ഒരു സാധാരണ ഒരു രാഷ്ട്ര നേതാവ് സംസാരിക്കാവുന്ന ഒരു അവസ്ഥയിലല്ല ഇന്ന് പാകിസ്ഥാൻ്റെ അവസ്ഥ. കാരണം പാകിസ്ഥാൻ IMFൻ്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭ ഭീകരവാദികളാണെന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഭീകരവാദികളെയൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് തറവാടാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. ഒസാമ ബിൻ ലാദനെ അബോട്ടാബാദിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതും പാകിസ്ഥാനാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു ഇതല്ല. അപ്പോൾ അന്ന് തുടങ്ങിയിട്ട് തന്നെ ആ 2ാമത്തെ ദിവസം തന്നെ ഞാൻ ഇടപെടത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അയാളിങ്ങനെ പറയുന്നുണ്ട്. വലിയ നേഷനാണ്, രണ്ടുപേരും തീർക്കട്ടെ, അവരുടെ ആഭ്യന്തര പ്രശ്നം 1000 വർഷം പഴക്കമുള്ള. പുള്ളിക്ക് ബോധമൊന്നുമില്ല, ചരിത്രപരമായ ബോധമൊന്നുമില്ല. കാരണം 77 വർഷം മുമ്പ് ഒരു രാജ്യമാണെന്നുള്ള കാര്യം പോലും പുള്ളിക്ക് ഓർമ്മയില്ല. ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള പ്രശ്നമാണ്. കാര്യം ഈ ഇന്ത്യയെക്കുറിച്ചൊക്കെ ഈ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് 1000, 2000, 5000 സിന്ധു നദിയുടെ സംസ്കാരം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിലായിരിക്കും പുള്ളി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പുള്ളിക്ക് ഈ വേറെ ഒരു ധാരണ ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ ഈ ഒരു പഹൽഗാം അറ്റാക്കിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ആൺമക്കൾക്കും മരുമകനും ഷെയറുള്ള കമ്പനിയാണ് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ കമ്പനി എന്നുള്ളൊരു കമ്പനിയുള്ളത്. ഇത് ക്രിപ്റ്റോ കറൻസി ഡീലിങ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആ ക്രിപ്റ്റോ കറൻസി ഡീലിങ്സിൻ്റെ ഈ ഏഷ്യയിലെ ഈ ഒരു മെയിൻ ഹബ്ബായിട്ട് ഈ പാകിസ്ഥാന് നിശ്ചയിച്ചുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് കരാറിലേർപ്പെട്ടു കഴിഞ്ഞു ഈ യുദ്ധം നടക്കുന്ന സമയത്ത്. ഇത് ബ്രോക്കർ ചെയ്തത് നമ്മുടെ ട്രംപിൻ്റെ ഗോൾഫ് കളി സുഹൃത്തായിട്ടുള്ള അദ്ദേഹമാണല്ലോ ഇപ്പോൾ ഈ ട്രംപിൻ്റെ ലോക മെസ്സഞ്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ വിദേശ രാഷ്ട്ര, ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യയിലും ഇസ്രയേലിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ട്രംപിൻ്റെ ദൂത് കൊണ്ടുപോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഗോൾഫ് കളിക്കാരനായ സുഹൃത്ത്. അദ്ദേഹത്തിന് യാതൊരുവിധമായിട്ടുള്ള ഈ ഒരു രാജ്യകാര്യങ്ങളുള്ള ഒരു പാരമ്പര്യ പശ്ചാത്തലമോ ഒന്നുമില്ലാത്ത വ്യക്തിയാണ് ഈ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്നത്. ഈ സ്റ്റീവ് വിറ്റ്കോഫാണ് ഇത് ബ്രോക്കർ ചെയ്തിട്ട് ഈ കരാർ ഒപ്പിട്ടത്. അതിനുശേഷം അതിൽ തുടർന്നിട്ടാണ് ഈ IMF ലോൺ ബെയിലൗട്ട് സംഗതി ഉണ്ടല്ലോ, അത് അനുകൂലമാക്കാൻ ട്രംപ് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് പുള്ളി ഒരു സ്റ്റാൻഡ് മാറ്റുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഇങ്ങനെയുള്ള യുദ്ധം നടക്കുമ്പോഴത്തേക്ക് ബാക്ക്ഡോർ ഡിപ്ലോമസി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവും. അതെല്ലാ രാജ്യങ്ങളും ഇപ്പോൾ താല്പര്യമുള്ള ഈ അമേരിക്ക മാത്രമല്ല, UAE ഇടപെട്ടിട്ടുണ്ട്, പല രാജ്യങ്ങളും ഇടപെട്ടിട്ടുണ്ട്, ഇറാൻ ഇടപെട്ടു, പലരും ഇടപെടുന്നുണ്ട്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന സമയത്ത് ലോകരാഷ്ട്രങ്ങളിൽ പരസ്പരം ഇടപെടുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ പാകിസ്ഥാനുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മാത്രമല്ല, പാകിസ്ഥാന് ഒരിക്കലും എതിരായിട്ട് അതല്ലെങ്കിൽ പാകിസ്ഥാനെ കൂടെ നിർത്താതിരിക്കാൻ അമേരിക്കയ്ക്കോ അതല്ലെങ്കിൽ യൂറോപ്പിനോ കഴിയില്ല. അത് പാകിസ്ഥാൻ ഉണ്ടായ അന്നു മുതലുള്ള ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആത്യന്തികമായിട്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് ആരുടെ കൂടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാനേ പറ്റുകയുള്ളൂ. അതിന് പല ചരിത്രപരമായ കാരണങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. ഇതിൻ്റെ സ്ട്രാറ്റജിക് പൊസിഷനുണ്ട്. ഈ അമേരിക്കയുടെ ഈ പാകിസ്ഥാൻ്റെ സ്ട്രാറ്റജിക് പൊസിഷനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പം ഹൂതികളുടെ കയ്യിൽ നിന്ന് അമേരിക്കൻ ഈ ഷിപ്പുകൾ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 3 ആക്രമണങ്ങളാണ് ഈ ചെങ്കടലിൽ ഹൂതികൾ നേരിടേണ്ടി വന്നു. മറ്റേ എയർക്രാഫ്റ്റ് കാരിയറിന്. ഇതൊന്നും അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയാണ് അമേരിക്ക. അപ്പോൾ ഹൂതികളുടെ കയ്യിൽ നിന്ന് അട്ടിയേറ്റ് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഹൂതികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനെ അടിക്കുമെന്ന് പറഞ്ഞിരിക്കുക.
ഇറാനെ നശിപ്പിക്കുന്നു ഇപ്പോൾ പറഞ്ഞിരിക്കും ഏറ്റവും ഒടുവിൽ. തൊട്ടു മുമ്പ് പറഞ്ഞത് ഞങ്ങൾ ഇറാനുമായിട്ടുള്ള ആണവ കാര്യത്തിൽ ചില ചർച്ചയുണ്ട്, ചർച്ചകളുണ്ട്. അവരുമായിട്ടൊക്കെ പ്രശ്നം തീർക്കാൻ ഒരു 4-5 റൗണ്ട് ചർച്ച കഴിഞ്ഞു. അത് ഏകദേശം സാങ്ഷൻസ് ഒക്കെ മാറ്റാം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ വെസ്റ്റ് ഏഷ്യ ട്രിപ്പ് കൊണ്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവിടെ പോയിട്ട് സിറിയയും ഖത്തറും അതേപോലെ തന്നെ മറ്റേ സൗദി അറേബ്യയിലും ഒക്കെ പോയിട്ട് ഇപ്പോൾ സിറിയയുമായിട്ട് പോലും സിറിയൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേര് മറ്റേ അൽഷറയുമായിട്ടൊക്കെ മീറ്റിംഗ് നടത്തി അവിടെ പോയൊരു ഡീൽ ഉണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അത് ഞാൻ 25 വർഷത്തിന് ശേഷമാണ് ഒരു സിറിയൻ പ്രസിഡന്റുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ ഖത്തറിൽ നിന്ന് കിട്ടിയ ഒരു 400 കോടി ഡോളറിന്റെ അല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ കൈക്കൂലിയാണ്. പുള്ളി വാങ്ങിച്ചിരിക്കുന്ന ബ്രൈബാണത്, ഒരു ഡീലിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ബ്രൈബാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി മറ്റേ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംഗതി. അപ്പം ഇവിടെ ഇറാനെ അടിക്കണമെന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ്റെ ബേസ് അവർക്ക് ആവശ്യം. അവരുടെ പാകിസ്ഥാനിൽ അവരുടെ അമേരിക്കയുടെ എയർബേസ് ഉണ്ട്. ആ അമേരിക്കയുടെ എയർബേസ് അവരിപ്പോഴും അത് പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല. ആ ഉണ്ടാക്കിയ കരാർ ഇപ്പോഴും ആക്റ്റീവാണ്. കാര്യം അഫ്ഗാനിസ്ഥാനിലെ അവർ പട്ടാളം നിലയുറപ്പിച്ച സമയത്ത് അതോടൊപ്പം തന്നെ ഈ റഷ്യക്കെതിരെ ഉണ്ടായിരുന്ന റഷ്യ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നപ്പോൾ അന്ന് തുടങ്ങിയ ഒരു സംവിധാനമാണ്. അപ്പോൾ അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ഈ പാകിസ്ഥാൻ അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ദുർബലമായ ഒരു പാകിസ്ഥാനും ആവശ്യമാണ് അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ കമ്പനിക്ക്, മക്കളുടെയും മരുമകൻ്റെയും കമ്പനിക്ക് ലാഭം ഉണ്ടാകുന്നൊരു പ്രക്രിയ, ലാഭം ഉണ്ടാകുന്നൊരു കരാർ. ആ കരാറിനൊപ്പം നിൽക്കുന്നു. അതിനകത്ത് ട്രംപിന് ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നമില്ല. ട്രംപിനിപ്പം മോദിയുമായിട്ടുള്ള അങ്ങനെയുള്ള സൗഹൃദം അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. അതിനകത്ത് എവിടെയാണോ ഈ ലാഭകരമായ ഒരു ഡീൽ ഉണ്ടാകുന്നത് ആ ഡീല് അവിടെ അയാൾ ചേർന്ന് നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ സെലൻസ്കിയായിട്ട് വൈറ്റ് ഹൗസിൽ കിടന്ന് ഗുസ്തി കൂടിയത് നമ്മൾ ലോകം മുഴുവൻ കണ്ടതാണ്, അല്ലേ? എന്നിട്ട് അതിന് ശേഷം സെലൻസ്കി അന്ന് ഈ മിനറൽസിൻ്റെ കരാറിന് ഒപ്പിടാനൊരു വൈഷമ്യം കാണിച്ചു, ചില കണ്ടീഷൻസ് വെച്ചു. അപ്പോൾ ട്രംപ് പറഞ്ഞു ട്രംപിന് അത് മുഴുവൻ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുഴുവൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരവസ്ഥയിലേക്ക് സെലൻസ്കി ഒരു നിലപാടെടുത്തപ്പോഴത്തേക്കാണ് വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ഈ സെലൻസ്കിയെ ഇദ്ദേഹം അപമാനിക്കുകയും വാൻസും കൂടി ശരിക്കും അപമാനിച്ച് ഷൗട്ട് ചെയ്ത് വിടുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം മാർപ്പാപ്പയുടെ മറ്റേ ശവസംസ്കാരത്തിന് റോമിൽ ചെന്ന് ഇവർ രണ്ടുപേരും കൂടെ ഈ ശവസംസ്കാരം കഴിഞ്ഞൊരു കസേരയെ മാറ്റിയിട്ട് സംസാരിച്ചു. ഡീൽ ഉറപ്പായി. ഇപ്പം എന്താ ആ ഒരു കരാർ എന്ന് പറയുന്നത് ഉക്രൈനിലെ ധാതുക്കളുടെ തുല്യമായിട്ട് പങ്കുവയ്ക്കുക. മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ റഷ്യയുടെ കാര്യം, അവർ തമ്മിൽ വേണേ ആയിക്കോട്ടെ എന്നുള്ള നിലപാടെടുത്തു. മറ്റേത് റഷ്യയിലെ പുടിനും താനുമായിട്ട് ഭയങ്കര സൗഹൃദമാണ്. ആ ഒരു രീതിയിലുള്ളൊരു ബിൽഡപ്പ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം റഷ്യ ഉക്രൈൻ വാർ നിർത്തും, അതേപോലെ തന്നെ അടുത്ത ദിവസം ഇസ്രയേൽ ഗാസ പ്രശ്നം നിൽക്കും. അതുപോലെ ഗാസയിലെ വിഷയം കണ്ടില്ലേ? അപ്പോൾ ഗാസയിൽ അദ്ദേഹം വെസ്റ്റ് ഏഷ്യയിൽ സന്ദർശനം നടക്കുന്ന ആ ദിവസം പോലും ഇസ്രായേലിൻ്റെ മറ്റേ ആക്രമണത്തിൽ ഗാസയിൽ 100 പേര് മരിച്ചു. അപ്പോൾ ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു നോബൽ സമ്മാനം കിട്ടണമെന്നുള്ള ആഗ്രഹം കൂടെ ഉണ്ട് മനസ്സിൽ മുഴുവൻ. അതാണ്. അപ്പോൾ അതാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ന്യൂക്ലിയർ യുദ്ധം അവസാനിപ്പിച്ച് ലോക സമാധാനത്തിന് വലിയൊരു സമ്മാനം ഒരു എന്താ പറയുക സംഭാവന നൽകി എന്നൊരു ധാരണ കൊണ്ടുവരാനുള്ള ശ്രമം അവിടെയാണ് നടക്കുന്നത്. പക്ഷേ പിന്നീട് ഇന്ത്യയുടെ ഒരു നിലപാട് വന്നതിന് ശേഷം അദ്ദേഹം തിരുത്തിയത്, അതായത് ഞാൻ ഇടപെട്ടിട്ടില്ലെങ്കിലും ഞാൻ സഹായിച്ചു എന്നുള്ള രീതിയിലേക്ക് മാറ്റി. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു നിലപാടുള്ളൊരു വ്യക്തിയാണ്. അതെല്ലാം ലോകത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു സംഗതിയാണ് ട്രംപിൻ്റെ നിലപാട് എന്താണെന്ന്. ട്രംപിന് രാജ്യതന്ത്രജ്ഞതയോ അങ്ങനെയുള്ള സംഗതികളോ ഒന്നുമല്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് കാശുണ്ടാക്കുക, അല്ലെങ്കിൽ തനിക്ക് കാശുണ്ടാക്കുക, ആദ്യം തനിക്കും തൻ്റെ കുടുംബത്തിനും കാശുണ്ടാക്കുക. ആ ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെ അമേരിക്കയെ എന്താ പറയുക ഒരു റിച്ചാക്കുക, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റിച്ചാക്കുക, അല്ലെങ്കിൽ പഴയ റിച്ച്നെസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിനകത്തൊരു ഒലച്ചിന് തട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല നമ്മുടെ നിലപാട്, ഇന്ത്യയുടെ നിലപാട് വളരെ ഇത്തിലൂടെ ഒന്ന് വ്യക്തതയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു വിദേശ നയം, ആ വിദേശ നയം അതിൽ കൂടുതൽ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ
എന്താണ് ഇന്ത്യയുടെ വിദേശ നയം? നേരത്തെ ഉണ്ടായിരുന്ന നോൺ അലൈൻമെൻറ്റിൽ നിന്ന് മാറി ഇപ്പം മൾട്ടി അലൈൻമെൻറ്റ് എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇന്ത്യയുടെ വിദേശ നയം പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇന്ത്യ വ്യക്തമായിട്ട് പറഞ്ഞു, ഇതിൽ പിന്നെ ഒരു തേർഡ് പാർട്ടി കാശ്മീരിൽ ഇടപെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതേപോലെ ട്രംപ് മറ്റേ ആദ്യമായിട്ട് പാകിസ്ഥാൻ്റെ DGMയുടെ വിളി വന്നതിന് ശേഷമാണ് നമ്മൾ പ്രതികരിച്ചത്. നമ്മൾ യുദ്ധമായിരുന്നില്ല, നമ്മൾ നോൺ കൺസിലിയേറ്ററി ഒരു അറ്റാക്കാണ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനുശേഷം ഇപ്പം ട്രംപ് വേറൊരു ഭീഷണി ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സംഭവത്തിന് ശേഷം ഇപ്പം ഈ ചൈനയും അതുപോലെ തന്നെ ചൈനയിലെ ഷീ ജിൻപിങ്ങും ഇദ്ദേഹമായിട്ട് എന്തൊരു യുദ്ധമായിരുന്നു അല്ലേ? അതിനുശേഷം വീണ്ടും അവർ ഒന്നിച്ചു പോയി ചായയൊക്കെ കുടിച്ചു, എന്നിട്ട് ട്രേഡിൽ ഏർപ്പെടുത്തിയ ഇതൊക്കെ മാറ്റാണ് കരാറാക്കി. എന്നിട്ട് ചൈനയിൽ നിന്നുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് മാനുഫാക്ചറിങ് കമ്പനികൾ മാറ്റുന്നു എന്നുള്ള ഇത് വരികയും അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഈ ആപ്പിൾ ഫോണുകളും ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ധാരണ ആവുകയും ചെയ്തു. ഇപ്പം ട്രംപ് ഇപ്പം ഈ മാറിയ സാഹചര്യത്തിൽ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. എനിക്ക് താല്പര്യമില്ല. ഇല്ല, ഇന്ത്യയിൽ തുടങ്ങാൻ പാടില്ല എന്ന് ആപ്പിളിനടുത്ത് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അവർ മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ? അല്ല, അത് മൈൻഡ് ചെയ്യാതിരിക്കാൻ അല്ല, ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇന്ത്യ പോയി രക്ഷപ്പെടുത്തിക്കോ, പക്ഷേ അത് സാധ്യമല്ല. അത് അമേരിക്കയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ തുടങ്ങാം, അതല്ലെങ്കിൽ വേറെ എവിടെയും തുടങ്ങാം എന്നുള്ളൊരു ലെവലിൽ ഇന്ത്യയിൽ പാടില്ല എന്നുള്ളൊരു ഭീഷണി ആപ്പിളിന് കൊടുത്തിരിക്കുകയാണ്. ആപ്പിളിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. പ്രസിഡന്റ് പറയുന്നത് മനസ്സിലായില്ലേ? അപ്പം ഈ രീതിയിലുള്ളൊരു സമീപനം ട്രംപിൻ്റെ അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. അപ്രതീക്ഷിതമായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ നിലപാട് കുറേയും കൂടെ ക്ലിയറായി കിട്ടി എന്നുള്ളതാണ് കാര്യം. ഈ ഒരു പ്രസിദ്ധമായ ഈ ഹെൻറി കിസിഞ്ചർ പണ്ട് നടത്തിയൊരു പ്രസ്താവനയുണ്ട്, ടു ബി എ ഫ്രണ്ട് ഓഫ് അമേരിക്ക ഈസ് ഡേഞ്ചറസ്. അല്ലല്ല, ടു ബി എൻ എനിമി ഓഫ് അമേരിക്ക ഈസ് ഡേഞ്ചറസ്, ബട്ട് ടു ബി എ ഫ്രണ്ട് ഈസ് ഫെയ്റ്റൽ. അതായത് ഒരു അമേരിക്കയുടെ ശത്രുവായിട്ടിരിക്കുന്നത് ഒരു അപകടകരമാണ്, പക്ഷേ അമേരിക്കയുടെ സുഹൃത്തായി മാറുക എന്നുള്ളത് മാരകമാണ്. ചുരുക്കം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ദുരിതമാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് വാസ്തവത്തിൽ ഇത് ഇന്ത്യക്കൊരു തിരിച്ചറിവും കൂടെയാണ്. തെറ്റിദ്ധാരണകളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാനുള്ള ഒരു അവസരം കൂടിയായിട്ടുമാണ് അതിനെ കണക്കാക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.